146 സെന്റ് എന്റെ വീട് ഏതൊക്കെ അഴിച്ചേക്കേണ്ടത്, ഏതവനും അഴിച്ചേക്കേണ്ടത് എനിക്കൊന്ന് അറിയണം. ഏതവക്കോ അവനുമാ എന്റെ സ്വത്ത് വേണ്ടതെന്ന് എനിക്കൊന്ന് അറിയണം. ഓ ആരനുഭവിക്കുന്നത്? എനിക്കറിയില്ല അനുഭവിക്കുന്നത്. എന്തോ അനുഭവിക്കുന്ന എന്റെ പുറകിൽ കുറെ നടക്കുന്ന കുറച്ച് എമ്മാഴ്ചരം കൊണ്ട് എവിടെ പോയാലും കുറച്ച് എമ്മാഴ്ചരം എന്തോ കയ്യെല്ലാം പൊള്ളിക്കുക, മോശം പൊള്ളിക്കുക, തലമുടി എല്ലാം പൊളിക്കുക, മനസ്സിലാവില്ല. ദൈവത്തോടെല്ലാം ലേസർ അടിക്കുക, കൊല്ലാൻ നോക്കുക, ഉള്ള പുകയെല്ലാം കൂടെ അടിച്ച് മൂക്കിനകത്തോട്ട് ആക്കി നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുക. എന്താ റോഡിലാകുമ്പോൾ ശ്വാസം മുട്ടിച്ച് 12-ാം വയസ്സ് എവിടെയായി കുറവായിരുന്നത്? എല്ലാവരും അതുകൊണ്ടല്ലേ അവിടെ ഓടിയത്. അതുപോലെ അവിടുന്ന് ഓടിയത് അതുകൊണ്ട് കുറെ ഭദ്രനും അവിടെ കുറെ ഗുണ്ടകൾ, ഭദ്രന്, കുട്ടന്, ശരിക്കന്മാര്, ഹരിദാസന്റെ മക്കളെ ചുറ്റിനും അവിടെ ഗുണ്ട വിളിച്ചു. അവിടെ ഗുണ്ട ഇതല്ല കുഞ്ഞുമോന്, രാമൂട്ടി കുഞ്ഞുമോന് എന്റെ സ്വത്ത് വേണോ? അവനാണ് എന്റെ സ്വത്ത് എന്നെ നടത്താന്. രാമൂട്ടി കുഞ്ഞുമോൻ എന്റെ സ്വത്ത് വേണോ? രാമൂട്ടി കുഞ്ഞുമോൻ അവനെന്റെ സ്വത്ത്, അവനാണ് എന്റെ സ്വത്ത് വാങ്ങിക്കാൻ വരാന്. അല്ല വെള്ളം പോലെ പോയാൽ എന്റെ സ്വത്ത് വേണോ അവന്? അല്ല വെള്ളം പോലെ ചെന്നാൽ എന്റെ സ്വത്ത് വേണോ അവന്? വെള്ളത്തിനകത്തൊക്കെ കുറെ കലക്കിയായിരുന്നു, വെള്ളത്തിനകത്തൊക്കെ ഒത്തിരി കലക്കി തന്നു എനിക്ക്. വെള്ളത്തിനകത്തൊക്കെ എന്തുവാ എന്താ കുപ്പിക്കകത്തുള്ള ഫോട്ടോ വരണ്ട്. വെള്ളത്തിനകത്തെല്ലാം കൂടെ വേഗാണ്ട് ബ്രൗൺ കളറിൽ കൂടെ വെള്ളത്തിനകത്തെല്ലാം കലക്കി അടിക്കുന്നത്. ഉപ്പച്ചാണ് അതുകൊണ്ട് വരുന്നത്. ഫാന് കൈ ഏത് ജയിക്കല്ലേ അതുകൊണ്ട് എന്തുവാ ഇപ്പം ഭീമാനസ്മരിക്ക് ഓലകെട്ടി എന്തായാലും വരത്തില്ല. ഭീമാനസ്മരിക്ക് ഓലകെട്ടി വരത്തില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം കോടതി കൊടുത്ത് ഉണ്ടാക്കാതെ സുപ്രീം കോടതി കൊണ്ടു പോയി തോന്നിവാസം ഇതിനെല്ലാം നിർത്തിയിട്ടേ വെക്കുള്ളൂ. പക്ഷെ ശരിക്കും അറിയണം ഏതാണ് എന്റെ പ്രൊട്ടക്ട് കൊടുക്കുന്നത്. BJP എന്ന് പറയുന്ന ബന്ധം ഒഴിഞ്ഞ നാളെ പറ്റി എന്ത് എഴുതുമെന്ന് എനിക്കറിയാം. അതുപോലെ കണ്ടവന്മാരുടെ പേര് കട ഉണ്ടാക്കുന്നു. ഏതൊരു കാര്യമാണ് തന്നെ അവർ ചെറുപ്പിക്കാനായിട്ട് പറ്റും. കട ഉണ്ടാക്കുന്ന അതിനെ കുറിച്ച് എന്താ പെരുമാൾ ഇതിലേക്ക് നടക്കുവാണോ? അതേ പറയുന്നത് പെണ്ണുങ്ങൾ ഇരിക്കുവാണോ? പെണ്ണുകൾ കണ്ടവരെ കുറിച്ച് കാര്യത്തിലേക്ക് ഇരിക്കുവാണോ? പെണ്ണുകൾ കണ്ടവരെ കുറിച്ച് കാര്യത്തിലേക്ക് ഇരിക്കുവാണോ? പെണ്ണുങ്ങൾക്ക് ഇപ്പൊ അടുക്കളയിലേക്ക് പോയാൽ വേഗം പോകുന്നതാണോ? എന്തോ എനിക്ക് ചോദിക്കണത് നമ്മുടെ വാഷ്റൂമിനകത്തോട്ട് പോയ കണ്ടവരെങ്ങാണ്ട് പോകുന്നതാണോ? അതുപോലെ ബെഡ്റൂമിനകത്തും അടുക്കളക്കകത്ത് പോയ കണ്ടവരെ പോകുന്നതാണോ? വാഴ വഴക്ക് നോക്കാതെ കണ്ടവരെ നടക്കലാണോ തീരുമാനിക്കേണ്ട വഴി? കൊള്ളാമല്ലോ കൂട്ടാനും കളവനും തെമ്മാനും കളയുണ്ടാക്കുന്നത് കുറെ അവന്മാരും കൂടിക്കൊണ്ട് എങ്ങനെ കണ്ണാടിയിട്ട് മുക്കും ഇപ്പോഴാണ് പോയത്. കുറച്ച് മുന്നേ പോയത് മുക്കും. വൈകിട്ട് പോകും. ഇന്നലെ മഴയായതുകൊണ്ട് പോയി. എവിടെ ഉണ്ടായിരുന്നു? കേട്ടുകൊണ്ട് നടക്കൂല്ലേ കുറെ അമ്മമാരും എന്തോ മനുഷ്യരാണല്ലോ സുഖേന്ദ്ര. എവിടെ പോയാലും കുറെ കൂട്ടായിക്കൊണ്ട് നടക്കുന്നവന്മാരും ഇവിടുത്തെ ഉമ്മമാരെ എനിക്കറിയാവോ ഏതൊക്കെ താമസിക്കുന്നതിന്? ഇവന്മാരൊക്കെ കഥ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും ഇവന്മാരുടെ പേര് എനിക്കറിയാവോ?
എന്തോ ഫ്ലാറ്റിന് റെസീപ്റ്റ് ഇല്ല, പിന്നെ ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ പറ്റത്തില്ല. ഇവിടെ ഓർഡറുകളാ, എന്തോ ഓർഡറാണെന്നാ നമുക്ക് തെളിവാകുമല്ലോ അതുകൊണ്ട്. ഫ്ലാറ്റിന്റെ ഇപ്പം എല്ലാവരും റെസീപ്റ്റ് ഇല്ലയോ, വാടക കൊടുത്താൽ റെസീപ്റ്റ് കൊടുക്കത്തില്ലയോ, വാടകയ്ക്ക് റെസീപ്റ്റ് ഇല്ലയോ? അതായത് വാടകയ്ക്ക് റെസീപ്റ്റ് ഇല്ല. പിന്നെ പുതിയ കള്ളന്മാർ ഈ ക്രിമിനൽസിന്റെ പറയുന്ന അളവുകളാ. പിന്നെ വാടകയ്ക്ക് റെസീപ്റ്റ് വരത്തില്ല, വാടക കാശായിട്ടേ കൊടുക്കാവൂ, ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ പറ്റത്തില്ല. എന്നൊക്കെ തെളിവില്ലാതാക്കുക. നമ്മൾ ഇവിടാണ് താമസിക്കുന്നതെന്നുള്ള തെളിവില്ലാതാക്കണം. മനസ്സിലായില്ലയോ? അങ്ങനെ നമ്മള് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി ഇപ്പൊ ഓൺലൈൻ ഒന്നി പേ ചെയ്യും, അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ ബില്ല് വരത്തില്ലയോ? ബില്ലില്ലാത്ത സാധനം ഉണ്ട്. അപ്പൊ ബില്ലില്ലാത്ത എന്തൊരു സാധനം? അതുപോലെ ഓൺലൈൻ ബുക്കുകളാണ് പറയുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിച്ചിരുന്നു. ബില്ല് തന്ന് ഓൺലൈനിൽ പേയ്മെന്റ് നടത്തി. ഇനി ബുക്കുകളാണ് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ പേയ്മെന്റ് നടത്തേണ്ട, കാശ് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാശ് ജന്മം ചെയ്താൽ കൊടുക്കുന്നില്ല, ഞാൻ ഓൺലൈൻ വഴി തന്നെ പേയ്മെന്റ് നടത്തുന്നുള്ളത്. അതുപോലെ എനിക്ക് ഡൽഹിയിലുള്ള എനിക്കൊന്നും അറിയാം ഈ കോടതിയിൽ വാടക കൊടുത്താല് റെസീപ്റ്റ് വരാത്തത് എന്താണെന്ന് എനിക്ക് കോടതിയിൽ അറിയണം. റെസീപ്റ്റ് വരാത്തതും ഓൺലൈൻ വഴി പേയ്മെന്റ് നടത്താൻ പറ്റത്തില്ലെന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ കോടതിയിൽ ചോദിക്കും. എനിക്ക് കോടതിയിലാണ് ചോദിക്കുന്നത്. ഞാൻ കോടതിയിൽ ചോദിക്കും. ചുവടാം കോംപ്ലക്സ് എന്ന് പറയുന്നത് 6 മാസം എന്റെ സമയത്ത് എനിക്ക് അറിയണം അവിടെ എന്തോ സംഭവിക്കാനുള്ളത്. ഞാൻ അവിടെ പോലെ കണ്ടിട്ട് താമസിച്ചായിരുന്നു കഥയിൽ. എനിക്ക് എന്താ കഴിക്കാൻ കാര്യമുള്ള എന്താ എനിക്ക് ചോദിക്കാൻ പറ്റില്ലയോ? അങ്ങനെ തന്നെ ചോദിച്ചില്ല. എന്തുകൊണ്ടാ പറയാതിരിക്കുന്നത്? എന്താ നമ്മൾ വാടക താമസിക്കുകയാണെങ്കിൽ ചീട്ടും വാടക കൊടുക്കുന്ന ഓൺലൈനിൽ കൊടുക്കാൻ വാടക റെസീപ്റ്റ് ഒന്നില്ല ചോദിക്കാനുള്ള അവകാശം ഇല്ലയോ? അതെന്താ ഈ അവകാശം ഇല്ലാത്തത്? എനിക്ക് അറിയണ്ടേ അവകാശം എന്താ ഇല്ലാത്തത് എന്നുള്ളത്? അവകാശം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ചോദിച്ചത്. അത് ഞാനേ കോടതിയിൽ കൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ചുവടാം കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് 6 മാസം കാശ് ഓൺലൈൻ വഴി കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, കാശായിട്ട് കൊണ്ട് കൊടുക്കണം. അതുപോലെ റെസീപ്റ്റ് തന്നിട്ടില്ല. എനിക്ക് അറിയണ്ടായോ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയണ്ടായോ? എനിക്ക് അറിയണം. ഇതിന് മുന്നേ ആവശ്യം വന്നിട്ടേ ഇല്ല. ആ ആളെന്ന് ഇവിടെ വന്നപ്പോ ഈ കാര്യം എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കത്തില്ല, എന്റെ ഓർഡർ അവന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവന്റെ നമ്പറിലോട് തന്നെ അന്നേരം പേയ്മെന്റ് മാസത്തോട് നടത്തിയത് തെളിവല്ലേ ഉണ്ട്. അങ്ങനെ കൊടുത്തിട്ട് കാശിയാണ്. അല്ലാതെ പേയ്മെന്റ് ഒന്നും ഞാൻ നടത്തത്തില്ല. ഞാൻ നടക്കുന്നതിന്റെ പുറകെ ഏതാണ് ഈ പുറകിൽ നടത്തുന്നതെന്ന് എനിക്ക് അറിയണ്ടായോ?